ശ്രീനഗറിലേക്ക് പോയത്. ഭാര്യയ്ക്കും മകൾക്കും 2 കുട്ടികൾക്കും ഒപ്പം അവധി ആഘോഷിക്കാനായി ശ്രീനഗറിലേക്ക് പോയത്. അപ്പോഴായിരുന്നു ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു സംഭവം അനുസരിച്ച് കുടുംബം സുരക്ഷിതരായി അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെയുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനിയുള്ളത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കുടുംബത്തെ സുരക്ഷിതരായി ഹോട്ടൽ മുറിയിലുള്ള കുടുംബത്തെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും ആരംഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളൊക്കെ ദ്രുതഗതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെ സന്ധ്യയോടെയാണ് ഈ ഒരു വിവരം, ഭീകരാക്രമണത്തിൽ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതായത് കേരളത്തിൽ അടുത്ത ബന്ധുക്കളിലേക്ക് എത്തുന്നത്. ആദ്യം തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള ഈ രാമചന്ദ്രൻ നായരുടെ ബന്ധുവിനാണ് ആദ്യം വിവരം ലഭിക്കുന്നത്. തുടർന്നാണ് ഈ ഇടപ്പള്ളിയിലെ വീടിനടുത്തുള്ള ബന്ധുക്കൾക്കും ഒപ്പം അയൽവാസികൾക്കും വിവരം ലഭിക്കുന്നത്. അതിനനുസരിച്ച് വിവരം ലഭിച്ചതോടെ ഇന്നലെ രാത്രിയോടെ നിരവധി ആളുകളാണ് ഈ ഇടപ്പള്ളി മാങ്ങാട് റോഡിലുള്ള വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. നിരവധി ആളുകൾ ഇന്നലെ രാത്രിയോടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇന്നലെ രാത്രി ഈ മാങ്ങാട് റോഡിലുള്ള ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ആ ഒരു നടുക്കത്തിന്റെ, അത്തരത്തിൽ ഒരു ആക്രമണത്തിന്റെ ഒരു നടുക്കത്തിൽ തന്നെയാണ്. കാരണം ഈ രാമചന്ദ്രൻ നായർ പോകുന്ന സമയത്ത് എല്ലാവരോടും സംസാരിച്ച ശേഷം, അല്ലെങ്കിൽ എല്ലാവരോടും താൻ ഇത്തരത്തിലൊരു വിനോദയാത്ര കുടുംബത്തോടൊപ്പം പോവുകയാണ് എന്ന് അറിയിച്ച ശേഷമാണ് അങ്ങോട്ടേക്ക് പോയത്. വലിയ സന്തോഷത്തിലായിരുന്നു കുടുംബത്തോടൊപ്പം പോയ, അത്രയും വലിയ സന്തോഷത്തിലായിരുന്നു. മകൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തു വരികയാണ്. മകനോടും ഒക്കെ പറഞ്ഞ് ഹൈദരാബാദിൽ ആദ്യം എത്തിയ ശേഷം തുടർന്ന് ശ്രീനഗറിലേക്ക് വിമാനം കയറുകയായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. അത്തരത്തിൽ അത്രയും സന്തോഷമായി പോയ ഒരു കുടുംബം, ഈ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു